അപ്പോൾ അടുത്തത് മൊഡ്യൂൾ 2 തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ തന്നെ പാർട്ട് 5 ആണ്. അതിൽ എസെൻഷ്യൽ കമ്പ്യൂട്ടർ കോമ്പണൻസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ കോമ്പണൻസുകൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഹാർഡ്വെയർ എലമെൻറ്റുകൾ ഏതൊക്കെയാണ്. എന്തിനാ ഈ ഹാർഡ്വെയർ എലമെൻറ്റുകൾ? കമ്പ്യൂട്ടറിന് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്ത് വേണം? എസെൻഷ്യൽ കോമ്പണൻറ്റുകളൊക്കെ വേണം. അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. ഒരു കമ്പ്യൂട്ടറിന് അത്യാവശ്യം വേണ്ടതാണ് പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി മോഡ്യൂളുകൾ, സ്റ്റോറേജ് ഡിവൈസസ്, IO ഇൻ്റർഫേസസ്, പവർ സപ്ലൈ യൂണിറ്റ്. ഇതെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ കോമ്പണൻ്റ് ആണ്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രോസസ്സർ വേണം, CPU വേണം. മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്. സ്റ്റോറേജ് മെമ്മറി മോഡ്യൂളുകളും സ്റ്റോറേജ് ഡിവൈസസും വേണം. അതുപോലെ ഇൻ്റർഫേസായി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പവർ സപ്ലൈ യൂണിറ്റുകൾ വേണം. പവർ സപ്ലൈ ഇല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ പവറിങ് യുവർ സിസ്റ്റം, പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഓരോ കമ്പണൻറ്റുകൾക്കും നമ്മൾ എന്ത് എത്തിച്ചു കൊടുക്കുന്നത്? ആവശ്യമായ വോൾട്ടേജ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് നമ്മൾ പവറിങ് യുവർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പവർ സപ്ലൈ യൂണിറ്റ്, അതാണ് PSUവിൻ്റെ ഫുൾ ഫോം, ഓർത്ത് വയ്ക്കുക. ഇറ്റ് കൺവേർട്ട്സ് ഇലക്ട്രിക് പവർ ടു റിക്വയർഡ് വോൾട്ടേജ്. റിക്വയർഡ് വോൾട്ടേജ് ശ്രദ്ധിക്കണം. തോന്നിയ വോൾട്ടേജ് എല്ലാ ഡിവൈസുകൾക്കും അല്ലെ എല്ലാ കോമ്പണൻറ്റുകൾക്കും കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയാം ഒരുപാട് ചെറിയ കോമ്പണൻറ്റുകളുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ പവർ കിട്ടുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഓരോ കോമ്പണൻറ്റിനും അതിനാവശ്യമുള്ള ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്റർ, ഡയോഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെയുള്ള പലതിനും പലതരം വോൾട്ടേജുകളായിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ആ റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ കോമ്പണൻറ്റുകൾ എന്തായി പോവാം? ഡാമേജ് ആയി പോവും. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക, ആവശ്യമുള്ള അളവിൽ മാത്രം കൊടുക്കുക. അതുപോലെ ഇന്റേണൽ, അത് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റും അത് തന്നെയാണ്. ഇന്റേണൽ കോമ്പണൻറ്റുകൾക്ക് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള കോമ്പണൻറ്റുകൾ ആവശ്യമുള്ള അത്ര മാത്രം എന്ത് ചെയ്യുക? വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് എഫക്റ്റീവായിട്ട് നമ്മൾ പവർ മാനേജ്മെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം ഒരു ഡിവൈസിന് വേണ്ട പവർ ആയിരിക്കില്ല മറ്റൊന്നിന് വേണ്ടി വരിക. അപ്പം അത് നോക്കി കൃത്യമായിട്ട് അതിന് എന്ത് ചെയ്ത് കൊടുക്കും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ പവർ സപ്ലൈ ചെയ്യുന്നത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ CPU-ൻ്റെ ഒക്കെ പുറകിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിന്നാണ് നമ്മൾ പവർ സോക്കറ്റിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുക. CPU-ൻ്റെ പുറകുന്ന് സോക്കറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അവിടെ കിട്ടുന്ന കറണ്ട് എന്താ? AC കറണ്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റും. നമ്മളെ സിസ്റ്റത്തിന് DC പറ്റും. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബൈനറി നമ്പർ അല്ലെങ്കിൽ സീറോസ് ആൻഡ് വൺസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിന്റെ ഡിഫറൻസ് ആണ്. ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ്. വോൾട്ടേജിന്റെ ഓഫ് സ്റ്റേറ്റിനെ 0 എന്നും ഓൺ സ്റ്റേറ്റിനെ 1 എന്നും പറയും. അപ്പൊ അങ്ങനെ ടോഗിൾ ചെയ്യുക ഇൻപുട്ട് വോൾട്ടേജിനെ. ടോഗിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? 0 1 1 0 അങ്ങനെ മാറ്റുന്നതിന് ടോഗിളിംഗ് എന്ന് പറയും. അത് ചെയ്യുന്നത് ആരാണ്? SMPS ആണ്. അതുപോലെ ഇതൊരു സ്പെഷ്യലൈസ്ഡ് സർക്യൂട്ടറി ആണ്. ഈ സ്വിച്ചിങ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സർക്യൂട്ടറി ആണ്. അതെന്ത് ചെയ്യും? ഇറ്റ് റെഗുലേറ്റ്സ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് ടു എൻഷുർ സ്റ്റേബിൾ ആൻഡ് റിലയബിൾ പവർ ഡെലിവറി ആവണം. എപ്പോഴും നമ്മളെ കമ്പ്യൂട്ടർ കോമ്പണന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള കറണ്ട് പ്രൊവൈഡ് ചെയ്യണം. അതിന് എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് സർക്യൂട്ടറി ഉണ്ട്. ഇനി ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മോർ എഫിഷ്യൻറ്റ് ദാൻ ട്രഡീഷണൽ ലീനിയർ പവർ സപ്ലൈനേക്കാൾ ഒരുപാട് എഫിഷ്യൻ്റ് ആണ്. നമുക്ക് തന്നെ മനസ്സിലായി, AC-നെ DC ആക്കാൻ അറിയാം, ടോഗ്ലിംഗ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ആവശ്യമായ കറണ്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ മറ്റുള്ള ലീനിയർ നോർമൽ ആയിട്ടുള്ള നമ്മളെ പവർ സപ്ലൈയിൽ ചെയ്യാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വോൾട്ടേജുകൾ ഉണ്ടാക്കാൻ ഇതിന് പറ്റും. എന്താണ് ഈ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വോൾട്ടേജുകൾ എന്ന് പറഞ്ഞാൽ? ഓരോ കമ്പണന്റിനും ആവശ്യമായ അളവിലുള്ള വോൾട്ടേജുകൾ.
SMB മോസ്റ്റ്ലി എന്താ ചെയ്യാന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജുകൾ പ്ലസ് 12 വോൾട്ട് 5 വോൾട്ട് 3.3 എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഓരോ ഡിവൈസിനും ഗ്രാഫിക് കാർഡ് ആയാലും സ്റ്റോറേജ് ഡ്രൈവേഴ്സ് ആയാലും പെരിഫറൽസ് ആയാലും പലതിനും പല വോൾട്ടേജുകളാന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത് കേപ്പബിൾ ടു പ്രൊവൈഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞതാണ് മദർ ബോർഡ് ആണ് സെൻട്രൽ ഹബ്ബ്. അതവിടെ ഓർത്തോളണം. ആ പേര് അവിടെ ഡയറക്റ്റ് പറഞ്ഞില്ല എന്നുള്ളത്. ഒരു കമ്പ്യൂട്ടറിന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഏത് മദർ ബോർഡ്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? സെൻട്രൽ ഹബ്ബ് എന്ന് ബാക്ക് ബോൺ എന്നും ഒക്കെ നമ്മൾ വിളിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങളത് വേണമെങ്കിൽ ഒന്നുകൂടി കേട്ടാൽ മതി. ഇറ്റ് പ്രൊവൈഡ്സ് ഇന്റർഫേസസ്. നമ്മൾ പറഞ്ഞു പോർട്ടുകൾ അല്ലേ, സ്ലോട്ടുകൾ, സോക്കറ്റുകൾ, ഇന്റർഫേസുകൾ ഒക്കെ നമ്മൾ ഓരോ ഹാർഡ്വെയർ ഡിവൈസുകൾക്കായാലും കോമ്പണൻസുകളൊക്കെ ആയാലും അല്ലെ, റാം കണക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇന്റർഫേസുകൾ അല്ലെങ്കിൽ സോക്കറ്റുകളും സ്ലോട്ടുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആര്? മദർ ബോർഡ്. ഹോസ്റ്റ് ഫേംവെയർ ചിപ്സ് ആസ് ബയോസ് ആൻഡ് UEFI. ഫേംവെയർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർഡ്വെയറുകളെ കൺട്രോൾ ചെയ്യാനുള്ള ചില ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫേംവെയർ എന്ന് പറയും. അതാണ് ഇതൊക്കെ ബയോസും UEFIയും. അതിനെ ഹോസ്റ്റ് ചെയ്യുന്നു. അത് ഏതിലുണ്ടാവുന്നേ? അത് എവിടെയാ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? നമ്മളെ മദർ ബോർഡിൽ. മാനേജ് പവർ ഡെലിവറി ആൻഡ് തെർമൽ മാനേജ്മെന്റ്. ചൂട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് സിങ്കും അല്ലെ, കൂളിംഗ് ഫാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പവർ ഡെലിവറി ചെയ്യുന്നത് മാനേജ് ചെയ്യണം. പവർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മാനേജ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തെർമൽ മാനേജ്മെന്റ്, ചൂട് അല്ലെ, ഹീറ്റ് ആവാൻ പാടില്ല. ഡിവൈസുകൾ ഹീറ്റ് ആവുമ്പോൾ എന്താവുമായിരുന്നു? സ്ലോ ഡൗൺ ആവും പ്രോസസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളെ ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തെർമൽ മാനേജ്മെന്റും ആര് ചെയ്യുന്നുണ്ട്? നമ്മളെ മദർ ബോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ആയാലും റിലയബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഒരേപോലെ സ്റ്റേബിൾ ആയിരിക്കുക. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ ഓപ്പറേഷൻസ് പെർഫെക്റ്റ് ആയിരിക്കുക. അതുപോലെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ സെക്യൂർ ആയിരിക്കുക. അല്ല, ഡാറ്റ മാത്രമല്ല, എല്ലാം. സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? ഡാറ്റയും ഡിവൈസുകളും എല്ലാം സെക്യൂർ ആയിരിക്കുക. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഹബ്ബ്, അതല്ലെങ്കിൽ മദർ ബോർഡ്. ഇനി സ്റ്റോറേജ് ഡിവൈസസിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ എന്തിനുള്ളതാ? ഈ ഡാറ്റ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതൊക്കെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം? എവിടെയെങ്കിലും വേണം. സോഫ്റ്റ്വെയർ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. സോഫ്റ്റ്വെയർസ് എന്തായാലും അല്ലെ, അത് പ്രോഗ്രാം ആവാം, ഇൻസ്ട്രക്ഷൻ ആവാം, ഡാറ്റ ആവാം, ഞാൻ ചെയ്യുന്ന PPT ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് കോഡുകളാവാം അല്ലെ, ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു സോഫ്റ്റ്വെയർ തന്നെ ആവാം. അതിന് എന്ത് തന്നെയാ? കോഡ് തന്നെയല്ലേ. നമ്മളത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിൻ്റെ തന്നെയാ? സ്റ്റോർ ചെയ്തിരിക്കുക തന്നെയാ. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ അത് കിടക്കുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റോറേജ് ഡിവൈസിനെ യൂസ് ചെയ്യുന്നത് ഡാറ്റ മാനേജ് ചെയ്യാനാണ് അല്ലെ. അറിയാം, നിങ്ങൾക്കറിയാം, മെയിൻ മെമ്മറിയിൽ ഡാറ്റ നമ്മൾ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാ? റാമിലാണ്. പെർമനന്റ് ഡാറ്റ ആയിട്ടാണെങ്കിൽ റോമിൽ സ്റ്റോർ ചെയ്യാറുണ്ട് അല്ലെ. റോമിൽ സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. മെയിൻ മെമ്മറി അല്ല, സെക്കൻഡറി മെമ്മറികളിലാണെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് കുറെ കാലം കിടക്കും. അതിനകത്ത് റാം ആണെങ്കിൽ വോളട്ടൈൽ മെമ്മറിയാണ്, റോം ആണെങ്കിൽ നോൺ വോളട്ടൈൽ ആണ്. സ്വിച്ച് ഓഫ് ആയാൽ ഡാറ്റ ഇല്ലാതെ ആയി പോകുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബാക്കപ്പ് ആർക്കിവൽ എന്ന് പറഞ്ഞാൽ, ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചെയ്യാറുണ്ടാവും. നിങ്ങൾ ഈവൻ വാട്സാപ്പിൽ വരെ ബാക്കപ്പ് മെസ്സേജുകൾ വരാറില്ലേ? ബാക്കപ്പ് ചെയ്യണോ, മന്ത്ലി ചെയ്യണോ, വീക്ക്ലി ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? സേവ് ചെയ്ത് വെക്കുക, ആർക്കൈവ് ചെയ്ത് വെക്കുക. ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്തിടാം. അപ്പോൾ അതിനുള്ളതാണ് ഒന്ന്. ഫസ്റ്റ് പറഞ്ഞ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, അതിനെ HDD എന്ന് പറയും. അതിൻ്റെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫിഗർ അതിൽ തന്നിട്ടുണ്ട്. കുറേ പാർട്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് അത് വേണമെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ താഴെ കാണാൻ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിന്റെ ഓപ്പൺ ചെയ്ത് വെച്ച ഒരു ഇതും കാണാം. അതല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഹാർഡ് ഡ്രൈവുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയ ഹാർഡ് ഡ്രൈവുകളൊക്കെ ഇതേപോലെ തന്നെ ആവണമെന്നൊന്നുമില്ല, പല വേർഷൻസും ഉണ്ട് ഇതിൻ്റെ. ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഒരുപാട് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സെക്കൻഡറി സ്റ്റോറേജ് വേണം നമ്മളെ സിസ്റ്റത്തിൽ. നമ്മളെ മെയിൻ മെമ്മറിയിലോ റാമിലോ റോമിലോ റാമിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ എക്സ്റ്റെൻസീവ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. വലിയ മെമ്മറി ആയിരിക്കും, വലിയ സൈസ് ഉണ്ടാവും മെമ്മറിക്ക്.
ടെറാബൈറ്റിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കുകളൊക്കെ വരുന്നത്. അതുപോലെ ഡാറ്റേനെ അവിടെ തന്നെ നിർത്തും. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്യുന്നവരെ അത് അവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകുന്നില്ല ഒരു പ്രാവശ്യം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഡിപ്പെൻഡബിൾ ഡാറ്റ റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഡാറ്റ റിട്ടൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ ഇതിന് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് കാണാം, അതിനകത്തൊരു ഡിസ്ക് കാണാം, അല്ലെ, ഒരു ഹെഡ് കാണാം. ഈ മൂന്ന് പാർട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയാം. ഒന്ന് സ്പിന്നിങ് ഡിസ്ക് അല്ലെങ്കിൽ പ്ലേറ്റേഴ്സ് എന്ന് പറയാം, റൗണ്ടുള്ള റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അതുപോലെ അതിന് എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, സെക്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ചെറിയ ചെറിയ. അതിനകത്താണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സെക്ടറിനെ ഒന്നും നമുക്ക് അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇതല്ല, ഇതിനകത്തൊന്നും അങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി അതിനൊരു ഹെഡ് കാണാനുണ്ട്, അതിനെ നമ്മൾ റീഡ് റൈറ്റ് ഹെഡ് എന്ന് വിളിക്കുന്നത്. പ്ലാറ്റേഴ്സ് ഒന്നൊന്നും അല്ല, 3, 4, 5 പ്ലാറ്റേഴ്സ് ഒക്കെ ഉണ്ട്, കണ്ടോ? അതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് സ്റ്റോറേജ് ആണ്. വലിയ റേറ്റ് ഇല്ല ഈ സംഭവം. നമുക്കറിയാം മെമ്മറിക്ക്, ചെറിയ മെമ്മറി ഫാസ്റ്റ് മെമ്മറിക്കാണ് റേറ്റ് കൂടുക, മനസ്സിലാവുന്നുണ്ടോ? വലിയ മെമ്മറി നമ്മൾ എങ്ങനെയാ ചിന്തിക്കുക, വലിയ മെമ്മറി ഒരുപാട് സ്പേസ് ഉള്ള 1 ടെറാബൈറ്റ് ഒക്കെ വാങ്ങുമ്പോൾ വലിയ ചാർജ് ആവും. അങ്ങനെയല്ല, ശരിക്കും ചെറിയ സ്പേസ് ഉള്ള ഫാസ്റ്റ് ആക്സസ് ആയിട്ടുള്ള മെമ്മറികൾക്കാണ് കോസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന വലിയ മെമ്മറി കപ്പാസിറ്റി ഉള്ള ഒരു സാധനം, അതിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഒന്ന്, ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ കാണാം കുറെ ഹെഡും അല്ലെ, കുറെ മെക്കാനിക്കലായിട്ട് കുറെ സാധനങ്ങളുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഹാർഡ് ഡിസ്ക് പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹെഡ് റീഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ മൂവ്മെന്റുകൾ ഇങ്ങനെ നടക്കും അല്ലെ. മെഷീനുകളാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ മെക്കാനിക്കൽ പാർട്ട് കോമ്പണന്റുകളാവുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് കുറെ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നശിച്ചു പോവാം, അല്ലെ അതിന് തേയ്മാനങ്ങൾ സംഭവിക്കാം. അപ്പൊ അതെന്താവും, വർക്ക് ചെയ്യാതെ ആവും, അല്ലെങ്കിൽ റീഡ് റൈറ്റിന്റെ സ്പീഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ഇതിനാകെയുള്ളൊരു, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോറേജ് ഡിവൈസ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. ഇത് സൈസും നമ്മളെ പഴയ ഹാർഡ് ഡിസ്കിനെയൊക്കെ നോക്കുമ്പോൾ സൈസ് വലിയ ചെറുതായിട്ട് തോന്നും, സൈസ് റെഡ്യൂസ്ഡ് ആണ്. അതുപോലെ സ്പീഡ് നമ്മളെ ഹാർഡ് ഡിസ്ക് പോലെ എന്തല്ല, മെക്കാനിക്കൽ അല്ല, കൂടുതലും ഫ്ലാഷ് മെമ്മറിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്പീഡ് കൂടുതലാണ്, എഫിഷ്യൻസി കൂടുതലാണ്, റിലയബിലിറ്റി കൂടുതലാണ് വെൻ കമ്പയർഡ് ടു ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അതുപോലെ ഇതിന് എന്തില്ല, മെക്കാനിക്കൽ കോമ്പണന്റുകളൊന്നുമില്ല. അതുകൊണ്ട് തേയ്മാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡാമേജ് ഒന്നും ഇതിന് വരാൻ സാധ്യതയില്ല. അതുപോലെ അതിന്റെ സ്പീഡിനെ പറ്റിയാണ് പറയുന്നത്, ലൈറ്റ്നിങ് ഫാസ്റ്റ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്. അപ്പോൾ ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. അപ്പോൾ ആ ഫ്ലാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് എന്തായിരിക്കും, റീഡ് ആൻഡ് റൈറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതിന്റെ സൈസും റിഡ്യൂസ്ഡ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നോൺ വോളട്ടൈൽ മെമ്മറി എക്സ്പ്രസ്, അതിനെയാണ് NVMe എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. ഇതിനെന്തില്ല, നിങ്ങൾ പറയുന്ന പോലെ ഈ നമ്മളെ കോമ്പണന്റുകളൊന്നും, ഹാർഡ്വെയർ എന്താ പറയാ, മെക്കാനിക്കൽ കോമ്പണന്റ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് നോൺ വോളട്ടൈൽ. ഇത് ഈ ഞാൻ ഇമേജ് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, നമ്മളെ SSDനേക്കാളും ചെറുതാണ്, ഒരു ചെറിയ റാമിന്റെ ഒക്കെ നീളം, ആ ഒരു വീതിയിലും നീളത്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റുക, നോൺ വോളട്ടൈൽ മെമ്മറി എക്സ്പ്രസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമേജ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ through a simplified command structure and direct connection to CPU through PCI വഴിയാണ് ഇത് CPU-നോട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആരെ, NVMe. അപ്പോൾ ഇതിന് ലാറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റ എടുക്കാനും വെക്കാനും ആ സ്പീഡിനെ പറയുന്നതാണ്. ഇൻക്രീസ് ഡേറ്റ ത്രൂപുട്ട്, പെട്ടെന്ന് ഡാറ്റ റീഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എടുക്കാനും, അല്ലെങ്കിൽ അതിന് ലാറ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിക്വസ്റ്റ് കൊടുത്തത് കിട്ടുന്ന വരെയുള്ള ടൈം, അതൊക്കെ കുറവായിരിക്കും എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള ഹാർഡ് ഡിസ്കുകൾ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ വോളട്ടൈൽ മെമ്മറി എക്സ്പ്രസ് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുപോലെ ഹൈ ബാൻഡ് വിഡ്ത്ത് ഉള്ള PCIകളെയാണ് ഇത് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് സ്പീഡ് കൂടുന്നത്. അതുപോലെ എൻഹാൻസ് സ്കേലബിലിറ്റി, ഞാൻ പറഞ്ഞു സ്കേലബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റികളെ കൂട്ടുക, അതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്.
അതിൽ ഇതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി പാരലലിസം എന്ന് പറഞ്ഞാൽ എന്താ? NVMe-ന്റെ പാരലലിസം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒന്നിൽ കൂടുതൽ നോൺ വോളട്ടൈൽ മെമ്മറി എക്സ്പ്രസ്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, സൈമിൾട്ടേനിയസ്ലി കണക്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ സ്റ്റോറേജ് എന്താവും? സ്റ്റോറേജ് സെറ്റപ്പ് കൂടുതൽ എക്സ്പാൻഡ് ആവും. ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ ടു ഇവോൾവിംഗ് ഡിമാൻഡ്സ് ഓഫ് മോഡേൺ ഡാറ്റാ സെന്റേഴ്സ്. അപ്പോൾ പാരലലിസം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ നോൺ വോളട്ടൈൽ മെമ്മറി എക്സ്പ്രസ്സുകൾ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് മെമ്മറി കപ്പാസിറ്റി കൂട്ടും.